ഈ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും പൂർണ്ണമായും സാങ്കല്പികം മാത്രമാണ്. കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ആരെങ്കിലുമായി ഇതിന് വല്ല സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ മാത്രം വെക്കുക. പുറത്താരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. കോപ്പ് ഒന്നും കാണാനില്ലല്ലോ. ഈ വേസ്റ്റ് ബിന്നും പുറകെ നിൽക്കാനാണ് നമ്മുടെ വിധി. കുറെ ആഗ്രഹിച്ചായിരുന്നു ഓർത്തോപെഡിക് പോസ്റ്റിംഗ് കിട്ടിയത്, അതിങ്ങനെയായി പോയി. നിങ്ങളോട് പഠിക്കാനാണോ സംസാരിക്കാനാണോ വന്നത്? കേട്ടോ പോട്ടെ. പണ്ട് ആദ്യം പോയി ചെയ്തൊരു കേസ് പത്തിനായി പോയി. എന്നെ കാലമായി. നിങ്ങൾക്ക് വെറുതെ സംസാരിച്ചേക്കാനാണെങ്കിൽ ഒട്ടിയിട്ട് കയറുന്നത്. സോറി സർ. ഇത് ഷെബീർ സാർ നല്ല മൂടായി നന്നായി അല്ലേ നിന്നെയൊക്കെ നടപ്പാക്കി സംഭവല്ലേ, എനിക്ക് പോലെ ഷെബീർ സാറിനെ പോലെ ഒരു നല്ല ഓർട്ടിക്കുലേഷൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് നടന്നു പഠിച്ചിട്ട് പറയണമെന്നല്ല. എന്നാലും നോട്ട് സാർ അങ്ങനെ പറഞ്ഞില്ലേ? എങ്ങനെ പറഞ്ഞു? അതാ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ലെന്നല്ലേ പറഞ്ഞ, ഓർത്തോപെഡിക്ഷൻ ഒന്നും ആവാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ. നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയാണെങ്കിലും കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യും. നമുക്ക് എന്തായാലും ഒരു വലിയ ഓർത്തോപെഡിക്ഷൻ ആവാം. $2,000 years later. ഓ, അൽഷിഫ ഇത്ര വലുതാണല്ലേ. പാർക്കിംഗ് ഇവിടെ കിട്ടാന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടേക്ക് പോവാം, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവിടെ എന്താ എല്ലായിടത്തും വണ്ടികളാണ്. ഇവിടെ ഇടാം. ഇവിടെയാ? ഇവിടെ ഇടാം. ഇവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല, ഇവിടെ ഇടാം. ഈ ഷെഡിന്റെ താഴെ ഇടാം. ആ സെക്യൂരിറ്റി ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് താഴേക്ക് പറ. ഇവിടെ എത്താൻ പറ്റില്ലേ? ഇവിടെ നിന്ന് എത്താൻ പറ്റില്ല, താഴെ പാർക്ക് ചെയ്തോ കേട്ടോ. എന്നാലും എന്താണ് ഇവിടെ ആരെയും വണ്ടി പാർക്കിംഗ് സമ്മതിക്കട്ടെ? എടാ ഇതേ ഇവിടുത്തെ ഏതോ ഒരു ബിഗ് ഷോപ്പിന്റെ പാർക്കിംഗ് സ്ലോട്ടായിരിക്കും ഇത്. അതാണ് സംഭവം. ആരായിരിക്കും ഒന്നുമല്ല. 'ചേട്ടാ ഈ മോഹൻകുമാർ ഡോക്ടർ ആരാ? മോഹൻകുമാർ ഡോക്ടർ ഇല്ലേ? ഇല്ല. മോഹൻകുമാർ ഡോക്ടർ നിങ്ങൾ പുതിയതാണല്ലേ? അതെ അതെ ഡോക്ടറല്ലേ? അതെ അതെ. വടക്കൻ കേരളത്തിന്റെ ഏറ്റവും വലിയ ഓർത്തോപെഡിക് സർജനാണ്. വലിയൊരു സംഭവം തന്നെയാണ്. വലിയൊരു സംഭവമാണ്. സംഭവല്ലേ? ഗുഡ് മോർണിംഗ് സർ. സർ ഗുഡ് മോർണിംഗ്. പുതിയ പി ജി ആണല്ലേ? പി ജി അതാണ് സർ, ഇന്ന് ജോയിൻ ചെയ്താണ്. അത് ശരി. എങ്ങനെയുണ്ട് അൽഷിഫ? ഇഷ്ടമായോ അൽഷിഫ? സർ അൽഷിഫ കൊള്ളാം സർ. സാർ ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും പറയുന്നു ഡാഡി എനിക്ക് ഭയങ്കര സംഭവമാണ്, വൻ സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ ആരാ സാർ ഈ ഡാഡി എനിക്ക്? ഡാഡി എത്തുന്ന സംഭവം വാ ഞാൻ പറഞ്ഞുതരാം. EGMK എങ്ങനെ ഡാഡി MK ആയെന്നുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം കോഴിക്കോട് 21ാം ബാച്ചിൽ MBBS പൂർത്തിയാക്കിയായിരുന്നു.
അതിനുശേഷം അവിടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ AKG കണ്ണൂരിൽ വർക്ക് ചെയ്തു. 2 വർഷം വർക്ക് ചെയ്യാൻ ഇടയുണ്ടായി. അതിനുശേഷമാണ് പെരിന്തൽമണ്ണയിലേക്ക് കാലുകുത്തുന്നത്, അൽഷിഫ ഹോസ്പിറ്റൽ. അന്ന് ഈ പ്രദേശത്ത് ഓപ്പറേറ്റിംഗ് ഓർത്തോപീഡിഷ്യന്മാരായിരുന്നില്ല. ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് EGMK വന്ന് ഇവിടെ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യും. അതിനുശേഷം കണ്ടമാനം ഓപ്പറേഷൻസ്, 1,00,000-ൽ പരം ഓപ്പറേഷൻസ് ഇത്രയും നാളായി ചെയ്യുകയും കുത്തി വെട്ടി EGMK ഡാഡി MK അതിൻ്റെ കഥയാണത്. ലേറ്റ് ആയി കേട്ടോ. ഡാഡി തപ്പാൻ പോകുന്നുണ്ടോ? പെട്ടെന്ന് വാ. ഈ കേസേ ഞാൻ ഇയറിൽ വലിച്ചു നോക്കിയതാ, കിട്ടുന്നില്ല കേട്ടോ. ഞാൻ അനസ്തേഷ്യ നോക്കാം. എന്നാ വാ, നമുക്കൊന്ന് അനസ്തേഷ്യ കൊടുത്ത് കഴിക്കാം. സിസ്റ്ററെ റെഡിയല്ലേ? വാ. Come on, sir. Come on. പിള്ളേരെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണ്ട. എന്താ പിള്ളേരെ, എന്താ പ്രശ്നം? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? സർ, ഈ ഡിസ്ലൊക്കേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. തീരെ വരുന്നില്ല. എല്ലാവരും വലിച്ചു നോക്കി, തീരെ കിട്ടുന്നില്ല. അനസ്തേഷ്യം വരുന്നില്ല സർ. ഒന്ന് സാറേ, ഇവരെ കൊണ്ട് നടക്കില്ല. സാറൊന്ന് വലിച്ചോക്കെ. എത്ര നേരെ അനുസരിച്ച് കൊടുത്തിട്ട്. അതാ യതീഷ മാറ്, ഞാൻ നോക്കട്ടെ. കളിച്ചത് മതി തമ്പാൻ, അത് വലിച്ചിട്ട് ഇങ്ങോട്ട് വാ. നമ്മൾ 2 മാസം വന്നിട്ട് അതെ, അനരവെ പഠിച്ച് മടുത്തു. അത് ശരിയല്ല. നമുക്ക് ടീക്കാരെ കയറണ്ടേ? ദിശ ഒരു കാര്യം ചെയ്യും, തമ്പാനെ വിളിച്ചെന്ന് പറയും. നമുക്ക് ടീക്കാൻ കയറാൻ പറ്റുമോന്നേ? തമ്പാൻ പറഞ്ഞ നടക്കുമോ? തമ്പാൻ പറഞ്ഞ മിക്കവാറും കാര്യം ചെയ്തു. ഞാൻ നോക്കട്ടെ. വിളിക്കാം. ഹലോ, എന്താണ് യതീഷ്? ഹലോ സർ. സർ, ഞങ്ങള് 2 മാസമായിട്ടേ അനാറ്റമി കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മൾ ടീക്കാറിന് കയറ്റുമോ? സാറൊന്ന് ഡാഡിനോട് ചോദിക്കുവോ? നിങ്ങൾ വന്നിട്ടപ്പോ 2 മാസം ആയില്ലേ? അന്ന് ഞാൻ നോക്കട്ടെ, ഞാൻ സാറിനോട് ചോദിച്ചു നോക്കട്ടെ. നിങ്ങളെ ടീക്കാറിന് കയറ്റാൻ പറ്റുമോന്നേ ഞാനൊന്ന് സാറിനോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വിവരം കിട്ടിയിട്ട് ഞാൻ പറയാം. ഓക്കെ ഓക്കെ സർ. താങ്ക്സ് സർ. മോനെ, ഇവിടെ ടീക്കാറുണ്ട്, വാ.
പിള്ളേരെ ഡാഡി കാണിച്ചു തരുന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. അമ്പാനെ കാണിക്കമ്പാനെ. ഇത് വർക്കാവുന്നല്ലോ സാർ. ശ്രദ്ധിക്കുന്നമ്പാനെ. തമ്പാനെ ഇതൊന്നും നിർത്തി തമ്പാനെ. നിൽക്കുന്നില്ല. സാർ നാളെ ഈ രണ്ട് കേസ്, രണ്ട് ടീക്കറും ക്യാൻസലാക്കിയാണ്. ഫിറ്റ്നസ് കിട്ടിയില്ല. ഇനിയിപ്പോ സാറോട് എങ്ങനെ പറയാ? സാർ 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 നാളത്തെ രണ്ട് ടീക്കറും ക്യാൻസൽ ആയിരിക്കാൻ ഒരു ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല സാർ. എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ. സാറിനെ കൂളാക്കാനുള്ള വഴി എനിക്കറിയാം. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ശരി, നമുക്കൊരു കേസ് ഡിസ്കസ് ചെയ്യാം. യതീഷ്, ടെൽ മീ ദ ഡയഗ്നോസിസ്. സാർ ACL tear ആണ്. No. Posterior dislocation knee? No, no. Sir, supracondylar fracture femur? No. Sir, Baker's cyst? No. അമ്മാനെ പിള്ളേരോട് ശ്രദ്ധിക്കാൻ പറയാം. സാർ ACL tear ആണ്. No. Sir, posterior dislocation knee? No, no. Sir, supracondylar fracture femur? No. Sir, Baker's cyst? No. പിള്ളേരല്ലേ സാർ, ഒരു ക്ലൂ കൊടുക്കാം. ഓ ബ്രില്യൻറ്റ്. മോചനം എന്താ ഉദ്ദേശിച്ചത്? അത് ബൈറ്റ് പാർട്ട് പറ്റൂല. ബൈറ്റ് പാർട്ട് പറ്റില്ല. Fibular fracture? No. Discoid meniscus? No. Sir, osteonecrosis of the knee? പറ്റല്ല. Yes, correct. പണ്ട് ഡാഡി ഇങ്ങനൊരു കളി എന്നോട് കളിച്ചതാണ്. അതിന് ഉത്തരം പറയാത്തതിനാ ദാ ഈ ഇൻസ്ട്രുമെൻ്റ് അടിച്ച് എൻ്റെ തലയടിച്ച് പൊട്ടിച്ച എൻ്റെ പാട് ഇതുവരെ മാറിയിട്ടില്ല. രക്ഷപ്പെട്ടില്ലോ യതീഷെ, കന്നി വെട്ട് മിസ്സായല്ലോ. താങ്ക് യു. സുജാത മാം വിളിക്കുന്നുണ്ടല്ലോ. ഹലോ മാം, എന്താ വിളിച്ചേ? യതീഷേ, ഈ ശനിയാഴ്ചകള് വേണ്ടാന്ന് വെച്ചൂടെ? ഇപ്പൊ ഏർലി ആയിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ ലേറ്റ് ആയിട്ട് തന്നെയാണ് എത്തുന്നത്. ഏർലി ആയിട്ട് എത്തണമെന്നില്ല. ഈ ശനിയാഴ്ച പോകുന്നുണ്ടല്ലേ ഈ ഞായറാഴ്ച റൗണ്ട്സ് എടുക്കാൻ പോണം. ഞാൻ നോക്കട്ടെ, പറഞ്ഞു നോക്കാം സാറിനോട്. നോക്കട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ശനിയാഴ്ചയല്ലേ, ലിസ്റ്റ് കുറെ ഉണ്ടല്ലോ. പണം നിൽക്കല്ലോ. ശരി. 1, 2, 3, 4, 15 കേസോ പണ്ടാരം. ഇത് ആരും തന്നെ അവിടെ ഇവിടെ കൊടുത്തേക്കണ ഈ ദിവസം. Flashback. ഇതെന്താ, നാളെ സാറ്റർഡേ അല്ലേ? ആകെ ഒരു കേസേ ഉള്ളൂ. ഞാൻ നാളെ ഡ്യൂട്ടി ആണല്ലോ. എല്ലാവരും നേരത്തെ പോയിട്ട് ഞാൻ ഇവിടെ വരില്ല. സിസ്റ്ററെ, കഴിഞ്ഞ ദിവസം പോസ്റ്റ്പോൺ ആയ പേഷ്യൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് തരുമോ? സിസ്റ്റർ രേഖ, അത് വരുന്ന മുമ്പ് ഇതൊക്കെ സെറ്റാക്കി വന്നു. കദീജ, നഫീസ, രാമൻകുട്ടി. ഇവരൊക്കെ ഒന്ന് വിളിച്ച് പറയണം കേട്ടോ. നാളെ വരാൻ, ഇന്ന് വൈകുന്നേരം വരാൻ പറയണം കേട്ടോ. 14 15 ജന്മി EAR റൈറ്റ്.
നോക്കി നിൽക്കാതെ കൈയടിക്കടാ. ഡാഡിയും ഡാഡിയുടെ മക്കളും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة يا اخي دوس دوس عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب من يدك كنا بتعطيها بكف وهز جنبك خير خليك شديد عطني رقصة فريسة زيد عليها شوي عندي بيزة حق المحتر اللي نعرفه صيده سوي لي وقفة دارة هيبة عيل سوي رقصة بياض جيب لي واحد كرك يلا بياض طق سيارة بوليس يلا يلا سوي رقصة ثانية رقصة البطريق ولا 6-8 يا اخي دوس دوس عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة يا اخي دوس دوس عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة حلو حلو زين مكانه حلو ديكوريشن ماله حلو سوي رقصة المارشميلو ربعناها فوق كله كامل كيلو رفيجك طايح كتفك كان يهزه هز جاي من زامه والليل مريش في عبولي يا ولد لان احنا شايلين هالليله يوبا شيل اقول عطني رقصة طق لي صرناي اقول